അൽഹംദുലില്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ വിജയം ഒന്ന് പിടിച്ചോളൂ. ഈ തോട്ടുമുഖത്ത് വന്ന് മൗലവി ലബ്ബ ഉദ്ധരിച്ച ഹദീസ് ദഈഫാണത്രേ. ഈ ധുബ്രാനിയുടെ ഹദീസ് ദഈഫാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇതേ ഹദീസ് ഞങ്ങൾ എടുക്കുന്നു. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന. നബിയോട് മുറാഫഖത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അതാണ് അടുത്ത ചോദ്യം. ഇങ്ങോട്ട് ചോദിക്കുന്നു, അതിന് നിങ്ങൾക്ക് അവസരമില്ല. അത് ഇൻഷാ അല്ലാഹ് വേറെ അവസരം തരാം. ഞാൻ ചോദിക്കുന്നത് റസൂലുള്ളാഹിനോട് ചെന്ന് അസ്അലിക മുറാഫഖതക, നബിയെ സ്വർഗ്ഗത്തിൽ ഒരു സീറ്റ് വേണം എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമതൊന്ന് പറയണം. ഒന്നീ മുറാഫഖത്ത് ഇവന് നബി അപവൈരതാക്കാന്ന് പറഞ്ഞു. ഓ മൗലവി, ഈ ചോദ്യം ശിർക്കാണെങ്കിൽ നബി എന്താ പറയേണ്ടിയിരുന്നതെന്ന് അറിയോ? നബിയ എന്താ ചോദിച്ചത്? മുറാഫഖത്തോ സ്വർഗ്ഗത്തിലോ? ഓ ഉടനെ ഷഹാദത്തല്ലേ? ശിർക്കല്ലേ അത്? ഉടനെ ഷഹാദത്തല്ലേ? ശിർക്ക് ചെയ്താ ഷഹാദത്തല്ലേ മരുന്ന് എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. അത് റസൂലുള്ള തൗഹീദ് പഠിച്ച തൗഹീദിന്റെ നേതാവാ. അതുകൊണ്ട് ചോദിച്ചു നബി സല്ലല്ലാഹു. ഈ ചോദ്യം നബി തങ്ങള് സമ്മതിച്ചു എന്ന് തന്നെയാണ്. അത് ശിർക്കല്ല എന്നതിന്റെ തെളിവ്. അതുകൊണ്ട് ചോദ്യം ഇനി അടുത്തത് തൊബരാനിയുടെ ഹദീസ് ഏതാനും ദഈഫ്. തോട്ടുമുഖത്തേർക്ക് ഇനി പണിയെടുക്കണ്ട. കാരണം ഇവിടെ വന്ന് പ്രസംഗിച്ചതൊക്കെ ബലഹീനമായ അയോഗ്യമായ ഹദീസാണെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. ഈ പ്രസ്ഥാനത്തിലാണോ ഈ മൗലവി എത്തിപ്പെട്ടത്? എന്നാൽ എന്റെ അടുത്ത ചോദ്യം, നബിയോട് അസ്അലിക മുറാഫഖതക എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ? രണ്ടാലൊന്ന് പറയണം. അത് നിങ്ങളൊന്ന് പറയുക. അത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീരും. അതൊന്ന് നിങ്ങൾ സദസ്സിനോട് വ്യക്തമായി അസ്അലിക മുറാഫഖതക. അത് ശിർക്കല്ലാന്ന് നബി ഏതാനും പഠിപ്പിച്ചു. കാരണം ശിർക്കാണെങ്കിൽ നബി എന്ത് പറയും? ഓ റബിയ ചൊല്ലൂ ഷഹാദത്ത് കലിമ. ഈ ശിർക്ക് ചെയ്തു പോയി. ഇന്ന ശിർക്കല ദുൽമിൻ അദീം എന്ന് ആയത്ത് ഓതി കൊടുക്കും. അത് ഓതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, അത് പറയാൻ പറ്റുമോ ഇല്ലേ?